ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. സോ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളിന്ന് വീണ്ടും കണ്ടുമുട്ടുന്നത്, ഞാനിന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യനുമായിട്ടാണ്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റീവ് പാറ്റേണിനകത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് അവർ നടത്തുന്ന SSC എക്സാംസിനകത്ത് അവർ നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എല്ലാ പേപ്പേഴ്സിനകത്തും അവർ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഒരു 90-95% ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും അവർ ചോദിക്കുന്ന മെൻസുറേഷൻ 3Dക്കകത്ത്, മെൻസുറേഷൻ 3Dക്ക് തന്നെ ഒരു ഓവർ ഇമ്പോർട്ടൻസ് ഉള്ള പോലെയാണ്. അതിനകത്ത് തന്നെ അവർ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് കട്ടിങ് ഓഫ് കോൺ. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിൽ അടക്കാം. ആക്ച്വലി ഇതൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഇതൊരു സർക്കുലാർ ബേസ് ഉള്ള ഒരു സർക്കുലാർ കോൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബേസ് സർക്കിളാണ്. ദെൻ ഇതിന് ബേസിന് പാരലായിട്ട് ഒരു കട്ടിങ് നടക്കുന്ന സമയത്ത്, എനിക്ക് കിട്ടുന്ന എന്താണ്, ആക്ച്വലി ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പോലെ മുകളിൽ ഒരു ചെറിയൊരു കോൺ ഉണ്ടാവും. താഴെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ഫിഗർ എന്നുള്ള എന്താണ്, ആക്ച്വലി ഇതൊരു ഫ്രസ്റ്റമാണ്. ഓക്കെ, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ റേഷ്യോ ഓഫ് വോളിയംസ്, റേഷ്യോ ഓഫ് സർക്കുലാർ കർവ്ഡ് സർഫസ് ഏരിയ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. സോ നമുക്ക് അതിൻ്റെയൊക്കെ അടക്കാം. സോ ഫസ്റ്റ് വൺ, ഞാനിവിടെ എന്താണ്, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ് നടത്തി എനിക്ക് മുകളിലൊരു കോണ് കിട്ടി. റൈറ്റ്, ദെൻ താഴെ കിട്ടുന്ന ഒരു ഫ്രസ്റ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗറിൽ കാണിക്കാം. ഓക്കെ, ഈ രീതിയിലായിരിക്കുമല്ലോ. ഓക്കെ, ഈ രീതിയിൽ രണ്ട് സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ എടാ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഈ ചെറിയൊരു കോണും കട്ട് ചെയ്യാത്തൊരു കംപ്ലീറ്റ് കോണും തമ്മിലാണ് നമ്മളെപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങൾ എടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ നമ്മളിവിടെ എടുക്കുന്നത്, ഇവിടെ നോക്കടാ, ഇവൻ്റെ റേഡിയസ്, ഈ ചെറിയ സർക്കിൾ താഴെയുള്ള സർക്കുലർ ഫേസിൻ്റെ റേഡിയസ് എന്നുള്ളത് R1 ആണ്. ദെൻ ഈ ഒരു കോണിൻ്റെ ഹൈറ്റ് എന്നുള്ളത് H1 ആണ്. ദെൻ ഇവൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ളത് L1 ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു സർക്കിൾ, അതായത് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്യാത്ത കോണ്, അതിൻ്റെ റേഡിയസ് എന്നുള്ളത് R2 ആണ്. ദെൻ ഇവൻ്റെ ഹൈറ്റ് എന്നുള്ളത് H2 ആണ്. ദെൻ ഇവിടെ എന്താണ്, ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ളത് എന്താണ്, L2 ആണ്. ഓക്കെ, L2 ആണ്. സോ അറിയാലോ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിക്കാം. ഇവിടെയും ഓരോ കോണുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോണുകളെയും നമുക്ക് ഓരോ ട്രയാങ്കിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ദെൻ ഇവിടെ എന്താണ്, ഇത് R1 H1 L1 എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇവിടെ എന്താണ് R2 H2 L2 എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ ഞാൻ ഈ രണ്ട് ട്രയാങ്കിൾസും കൂടെ ഒരൊറ്റ സിംഗിൾ ട്രയാങ്കിളിനകത്തേക്ക് കാണിക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ രണ്ടും കൂടെ ഒറ്റ സിംഗിൾ ട്രയാങ്കിളിനകത്തേക്ക് കാണിക്കാം. ഓക്കെ, മുകളിൽ ഇങ്ങനെ കട്ടിങ് ഉണ്ടാവും. ദെൻ ഇവിടെ എന്താണ്, ഇത് R1, ദെൻ ഇത്രയും ഭാഗം H1, ദെൻ ഈ ഒരു ഭാഗം എന്താണ്, L1. ഓക്കെ, ദെൻ ഇവിടെ മുതൽ കംപ്ലീറ്റ് ഇങ്ങോട്ട് എന്താണ്, ഇത് H2. ഓക്കെ, H2, ദെൻ ഇവിടെ ആണെങ്കിൽ R2, ദെൻ ഈ ഒരു കംപ്ലീറ്റ് ലെങ്ത് എന്നുള്ള എന്താണ്, L2. ആക്ച്വലി ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഈ L എന്നുള്ളത് എന്താണ്, സ്ലാൻഡ് ഹൈറ്റ് ആണ്. ദെൻ ഇവിടെ നോക്കടാ, ഇത് രണ്ടും എന്താണ്, ഒരു സിമിലർ ട്രൈ, ഈ ഒരു സർക്കുലർ ഫേസിന് പാരലായിട്ട് ഒരു കട്ടിങ് ഇതിനകത്ത് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ രണ്ട് R1 R2 എന്താണ്, പാരലാണ്. സ്വാഭാവികമായിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് തമ്മിൽ എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, R1/R2 അല്ലേ, R1/R2 ഈക്വൽ ടു H1/H2 ഈക്വൽ ടു L1/L2. സിമിലർ ട്രയാങ്കിൾസ് ആണ്. സോ സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഓക്കെ, R1/R2 ഈക്വൽ ടു H1/H2 ഈക്വൽ ടു L1/L2. ദെൻ നമുക്കറിയാം, ഈ ഒരു കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്താടാ, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, πRL ആണ് അല്ലേ. ഇവിടെ എന്താണ്, റേഡിയസും സ്ലാൻഡ് ഹൈറ്റും ഒക്കെ മാറുന്നത് സെയിം റേഷ്യോയിലാണ് അല്ലേ. റേഡിയസും സ്ലാൻഡ് ഹൈറ്റും ഒക്കെ മാറുന്നത് സെയിം റേഷ്യോയിലാണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും, കർവ്ഡ് സർഫസ് ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിന്, കർവ്ഡ് സർഫസ് ഏരിയ എന്നുള്ള എന്താണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R² ഓർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L², അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു H² എന്ന് പറയാം അല്ലേ. കാരണം ഇതൊക്കെ എന്താണ്, സിമിലർ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളാണ്. ഓക്കെ, ആറും H ഒക്കെ മാറുന്നത്, അല്ലെങ്കിൽ R L എല്ലാം മാറുന്നതാണ് സെയിം ലെങ്ത്തിലാണ്, സെയിം റേഷ്യോയിലാണ്. ദെൻ ഇനിയിപ്പോൾ അതല്ല, വോളിയമാണ് ചോദ്യം എന്നുണ്ടെങ്കിലോ, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πR² ആണ് അല്ലേ. ഒരു കോണിൻ്റെ വോളിയം എന്നുള്ള എന്താണ്, 1/3 πR² ആണ്. സോ ഈ ആറും H എല്ലാം സെയിം റേഷ്യോയിൽ മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ വോളിയം എന്നുള്ള എന്താണ്, ഒന്നുകിൽ R³ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ L³ സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ടാട്ടോ H³. ഓക്കെ, സോ ഞാനിവിടെ പറയുന്നത് ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് എടുക്കുകയാണ്. അതായത് രണ്ട് കോണുകൾ, ഒരു കംപ്ലീറ്റ് കോണും ഒരു ചെറിയ കോണും ഒരു കംപ്ലീറ്റ് കട്ട് ചെയ്യാത്ത കോണും. സോ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, ഇവരുടെ കർവ്ഡ് സർഫസ് ഏരിയകളുടെ റേഷ്യോ. ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയ, അവരുടെ കോണുകളുടെ കർവ്ഡ് സർഫസ് ഏരിയകളുടെ റേഷ്യോ നമുക്ക് എന്ത് പറയാൻ പറ്റും,
R1² ഡിവൈഡ് ബൈ R2². ഓക്കെ, അതല്ലെങ്കിൽ H1² ഡിവൈഡ് ബൈ H2². ഓക്കെ, അതല്ലെങ്കിൽ L1² ഡിവൈഡ് ബൈ L2². ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് ദി ഫസ്റ്റ് സെക്ഷൻ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി കട്ട് ചെയ്യാത്ത കോണ്. ഓക്കെ, ഈ രണ്ട് സെക്ഷൻസ്. ദെൻ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യൂബുകളുടെ റേഷ്യോ കറസ്പോണ്ടിങ് ആണ് എന്ന് പറഞ്ഞാൽ R1/R2 ഹോൾ ക്യൂബ് അല്ലേ? R1/R2 ഹോൾ ക്യൂബ് ഇറ്റ് ഈസ് ഈക്വൽ ടു H1/H2 ഹോൾ ക്യൂബ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ L1 ഡിവൈഡ് ബൈ L2 ഹോൾ ക്യൂബ്. റൈറ്റ്, L1 ഡിവൈഡ് ബൈ L2 ഹോൾ ക്യൂബ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, ദെൻ ഫസ്റ്റ് വൺ നോക്കടാ, ക്വസ്റ്റ്യൻ വായിക്ക്. എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് കട്ട് ഇൻ ടു 2 parts ഓഫ് ഈക്വൽ ഹൈറ്റ്. ഓക്കെ, ബൈ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈക്വൽ ഹൈറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത്? ഒരു കോണ്. ഓക്കെ, ഈ കോണിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ് കട്ട് ഇൻ ടു 2 ഈക്വൽ ഹൈറ്റുകൾ എന്ന് പറഞ്ഞാൽ, സോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റും എന്താണ്? ഇത് രണ്ടും എന്താണ്? ഈക്വൽ ഹൈറ്റുകളാണ്. ഓക്കെ, കറക്റ്റ് ഹാഫിലാണ് ഈ കട്ട് നടത്തിയിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട എന്താണ്? ഒരു കട്ട് ചെയ്ത കോണും മുകളിലുള്ള ടോപ്പ് കോണും കട്ട് ചെയ്യാത്ത കംപ്ലീറ്റ് കോണും തമ്മിലാണ്. ഓക്കെ, കട്ട് ചെയ്യാത്ത കംപ്ലീറ്റ് കോണും തമ്മിലാണ്. നമുക്ക് ഈ ഒരു കേസിൽ മാത്രം കംപ്ലീറ്റ് ഫിഗറൊക്കെ വരച്ചിട്ട് പറയാം. ഇനി അങ്ങോട്ടുള്ള വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കടാ, ഇവരുടെ ഹൈറ്റിൻ്റെ റേഷ്യോ എന്താണ്? ഇത് H1 എന്നുള്ളത് ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഈക്വൽ ഹൈറ്റിലാണ്. സോ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ഹൈറ്റുകൾ 1:1 റേഷ്യോയിലാണ്. നമുക്ക് റേഷ്യോ മതി. ദെൻ ഇവിടെ എന്താണ്? ഇത് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഈ ടോട്ടൽ കോണിൻ്റെ ഹൈറ്റ് എന്നുള്ള എന്താണ്? 2 യൂണിറ്റ് ആണ്. സോ H1:H2 റേഷ്യോ എന്താണ്? H1:H2 റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1:2 ആണ്. കോണുകളുടെ കേസിൽ അല്ലേ? ആദ്യത്തെ കോണും കട്ട് ചെയ്യാത്ത കംപ്ലീറ്റ് കോണും തമ്മിൽ 1:2 റേഷ്യോയിലാണ്. ഈ സെയിം റേഷ്യോ തന്നെ ആയിരിക്കും R1:R2 ഉണ്ടാവുക. ഈ സെയിം റേഷ്യോ തന്നെ ആയിരിക്കും L1:L2 ഉണ്ടാവുക. ഓക്കെ, ദെൻ നമുക്ക് എന്താ വേണ്ടത്? ദ റേഷ്യോ ഓഫ് ദി വോളിയംസ്. സോ വോളിയം കോണുകളുടെ കേസിൽ, ഓക്കെ, കോണുകളുടെ കേസിൽ റേഷ്യോ ഓഫ് വോളിയംസ് എന്താ? റേഷ്യോ ഓഫ് ദി വോളിയംസ്. റേഷ്യോ ഓഫ് ദി വോളിയംസ് എന്താ? കോണിൻ്റെ കേസിൽ റേഷ്യോ ഓഫ് ദി വോളിയംസ് എന്താണ്? നമുക്കറിയാം. ക്യൂബുകളുടെ റേഷ്യോ എടുത്താൽ മതി. R1³ എന്ന് പറഞ്ഞാൽ എന്താണ്? 1:2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1³ ക്യൂബ് എന്ന് പറഞ്ഞ ആൻസർ എന്താ? 1:8. ഓക്കെ, 1:8 എന്ന് പറഞ്ഞാൽ ഈ 1:8 എന്താണ്? 1:8 പറയുമ്പോൾ എന്താണ്? ഇവൻ്റെ വോളിയം ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇവൻ്റെ വോളിയം എന്താണ്? ഈ കംപ്ലീറ്റ് കോണിൻ്റെ വോളിയം എന്താണ്? 8 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റും 8 യൂണിറ്റും. ദെൻ കാണേണ്ട എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ദി സ്മോളർ കോൺ ടു ദ ഫ്രസ്റ്റം. കാണേണ്ട എന്താണ്? ഫ്രസ്റ്റത്തിൻ്റെ ആണ് അപ്പുറത്തുണ്ട്. കംപ്ലീറ്റ് കോണിൻ്റെതല്ല, ഫ്രസ്റ്റത്തിൻ്റെ ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 8 ഉണ്ട്. ഈ ടോട്ടൽ 8-നകത്ത് എന്ത് ചെയ്തു? ഈ ഒരു യൂണിറ്റ് അങ്ങ് കട്ട് ചെയ്ത് പോകും. കോണായിട്ട് കട്ട് ചെയ്ത് പോകും. ബാക്കിയാണ് ഫ്രസ്റ്റം. എന്ന് പറഞ്ഞാൽ എന്താണ്? 8-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോൺ ഈസ്റ്റ് ഫ്രസ്റ്റം റേഷ്യോ എന്തായിരിക്കും? കോൺ ഈസ്റ്റ് ഫ്രസ്റ്റം റേഷ്യോ എന്താടാ? കോണിൻ്റെത് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഫ്രസ്റ്റത്തിന് എത്ര ഉണ്ടാവുള്ളൂ? ബാക്കി 8 - 1 എന്ന് പറയുമ്പോൾ 7 ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ആൻസർ എന്താണ്? 1:7. ക്ലിയർ? 1:7 റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ദി സ്മോളർ കോൺ ടു ദ ഫ്രസ്റ്റം. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നോക്കടാ, ക്രിയേറ്റിംഗ് എ ഫ്രസ്റ്റം എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് സ്ലൈസ്ഡ് പാരലൽ ടു ഇറ്റ്സ് ബേസ്. ഓക്കെ, നമുക്ക് കഥ പറയാണ്. ദ ഹൈറ്റ് ഓഫ് ദി ഒറിജിനൽ കോൺ ഈസ് 30 cm ആൻഡ് ദ കട്ട് ഈസ് മെയ്ഡ് 10 cm ഫ്രം ദി വെർട്ടെക്സ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി വോളിയംസ്? സോ നമ്മുടെ കോണ്, ഈ കോണിന് എന്ത് ചെയ്തു? കോണിൻ്റെ ടോട്ടൽ ഹൈറ്റ് 10 cm ആണ്. ടോട്ടൽ ഹൈറ്റ് എന്നുള്ളത് 30 cm ആണ്. ഇതിലെന്ത് ചെയ്തു? 10 cm ഫ്രം ദി വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് എന്ത് ചെയ്തു? ടോപ്പിൽ നിന്ന് 10 cm അകലത്തിൽ അടുത്തൊരു കട്ടിങ് നടത്തി. ഓക്കെ, 10 cm അകലത്തിൽ. സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന കോണിൻ്റെ ഹൈറ്റ് H1, ഓക്കെ, ഈസ് ടു നമ്മുടെ H2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കട്ട് ചെയ്യാത്ത കോണിൻ്റെ ഹൈറ്റ് റേഷ്യോ എന്താണ്? 10:30 ആണ് അല്ലേ? 10:30 പറയുമ്പോൾ എന്താണ്? 1:3 ആണ്. ഓക്കെ, 1:3 ആണെന്ത്? ഹൈറ്റുകളുടെ റേഷ്യോ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ദി ഫ്രസ്റ്റം? സോ നമുക്ക് എന്താണ്? വോളിയം റേഷ്യോ ആണ് കാണേണ്ടത്. സോ കട്ട് ചെയ്ത കോൺ ഈസ്റ്റു കട്ട് ചെയ്യാത്ത കോണ്, ഓക്കെ, കംപ്ലീറ്റ് റേഷ്യോ എന്താണ്? 1³ ആണ്. ഓക്കെ, 1³ എന്ന് പറയുമ്പോൾ എന്താടാ? 1:27. ഓക്കെ, 1:27 ആണെന്ത്? ഇവരുടെ വോളിയം റേഷ്യോ.
ചോദിക്കുന്ന എന്താണ്, അതായത് ഈ ഒരു കട്ട് ചെയ്ത കോണിന്റെ വോളിയം ഈസ് ടു കട്ട് ചെയ്ത കംപ്ലീറ്റ് കോണിന്റെ വോളിയത്തിന്റെ റേഷ്യോ എന്താണ് 1:27. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ദി ഫ്രസ്റ്റം ടു ദ കോൺ. സോ ഫ്രസ്റ്റത്തിന്റെ വോളിയം എന്തായിരിക്കും? ഫ്രസ്റ്റത്തിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 27 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഉണ്ട്, അതിനകത്ത് നിന്ന് ഒരു യൂണിറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 26 ആണ് എന്ത് ഫ്രസ്റ്റത്തിന്റെ വോളിയം. 26 ആണ് ഫ്രസ്റ്റത്തിന്റെ വോളിയം. നമുക്ക് എന്താ വേണ്ടത്? ഫ്രസ്റ്റം ടു ദ എൻറ്റയർ കോണാണ് എന്ന് പറഞ്ഞാൽ 26:27. ഓക്കെ, 26:27. ഫ്രസ്റ്റത്തിന്റെ 26, ദെൻ കംപ്ലീറ്റ് കൊണ്ട് 27. സോ 26:27 ആയിരിക്കും നമ്മുടെ റേഷ്യോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. നെക്സ്റ്റ് വൺ, എ റൈറ്റ് കോൺ ഹാവിംഗ് ഹൈറ്റ് 30 cm ഈസ് കട്ട് ബൈ 2 പാരലൽ പ്ലെയിൻസ് അറ്റ് ഹൈറ്റ് 10 cm ആൻഡ് 20 cm ഫ്രം ദി ബേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിമിലർ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇതിനകത്ത് ടോട്ടൽ ഹൈറ്റ് എന്നുള്ളത് 30 cm ആണ്. ടോട്ടൽ ഹൈറ്റ് 30 cm ആണ്. ഇനി പറയുന്നത് എന്താണ്? 2 പ്ലെയിൻസ് പാരലൽ ഹൈറ്റ് അറ്റ് ഹൈറ്റ് 10 cm ആൻഡ് 20 cm ഫ്രം ദി ബേസ്. ഓക്കെ, സോ ബേസ് അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ കട്ട് കൊടുത്തിട്ടുള്ളത് ബേസിൽ നിന്നാണോ അപ്പെക്സിൽ നിന്നാണോ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ചെറിയ ആൻസർ മാറാൻ ചാൻസ് ഉണ്ട്. സോ അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ബേസിൽ നിന്നും 10 cm, ബേസിൽ നിന്നും 10 cm അകലത്തിൽ ആദ്യത്തെ കട്ട്. ഓക്കെ, ദെൻ ബേസിൽ നിന്നും 20 cm അകലത്തിൽ രണ്ടാമത്തെ കട്ട്. ഓക്കെ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 3 സെക്ഷൻസിൽ ഇതുവരെ നമ്മൾ പറഞ്ഞൊക്കെ എന്താണ് 2 സെക്ഷൻസ് ഉള്ളൂ. ഒറ്റ കട്ട് 2 സെക്ഷൻ. ഇവിടെ ആണെങ്കിൽ 2 കട്ടിങ് 3 സെക്ഷൻസ്. സോ ഇവിടെ എന്താണ് ആദ്യത്തെ ടോട്ടൽ 30 ആണ്. ദെൻ ആദ്യത്തെ കട്ട് ഇവിടെ അപ്പെക്സിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കട്ട് 20 cm എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് 10 cm അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് 10 cm ആദ്യത്തെ കട്ട്. ദെൻ രണ്ടാമത്തെ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ട് 10 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 20 ആണ്. സോ 3 സെക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്താണ് ഞാൻ ഇവിടെ ഒരു കോണ്, ദെൻ ഇവൻ്റെ ഹൈറ്റ് എന്നുള്ളത് എന്താണ് 10 ആണ്. രണ്ടാമത്തെ ഈ ഒരു കട്ടിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോണായിരിക്കും കിട്ടുക. ഓക്കെ, ആദ്യത്തെ ഒരു കട്ടിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? രണ്ടാമത്തെ കോണ് അതിൻ്റെ ഹൈറ്റ് എന്താണ് 20 ആണ്. ദെൻ മൂന്നാമത്തെ ഒരു കട്ടിങ്ങും നടന്നിട്ടില്ല, തീരെ കട്ടിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 30 ആയിരിക്കും. ഓക്കെ, 30 ആയിരിക്കും. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ദി 3 പാർട്സ്. ആക്ച്വലി ഈ 3 പാർട്സ് പറയുമ്പോൾ എന്താണ് ആദ്യം ഇവിടെ ഒരു കോണ്, പിന്നെ ഒരു ഫ്രസ്റ്റം, പിന്നെ അതിനേക്കാളും റേഡിയസ് ഒക്കെ ഉള്ള കുറച്ചും കൂടെ വലിയ മറ്റൊരു ഫ്രസ്റ്റം. ഇങ്ങനെ 3 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ കോണുകളുടെ കേസിലുള്ള നമ്മുടെ ഹൈറ്റുകളുടെ റേഷ്യോ എന്താ? H1:H2, H2:H3 റേഷ്യോ എന്താടാ? 1:2:3 ആയിരിക്കും അല്ലേ? 1:2:3 ആണ്. ദെൻ വോളിയം റേഷ്യോ ഓഫ് ദി കോണസ് എന്താ? വോളിയം റേഷ്യോ ഓഫ് ദി കോണുകളുടെ വോളിയം റേഷ്യോ എന്താണ്? V1:V2:V3 എന്താണ്? അതായത് ഇവൻ്റെ വോളിയം ഈസ് ടു ഇവൻ്റെ എൻ്റയർ വോളിയം എന്നുള്ളത് എന്താണ്? 1 cube is 2 cube is 3 cube ആണ് അല്ലേ? 1 cube എന്ന് പറയുമ്പോൾ 1, ദെൻ 2 cube എന്ന് പറയുമ്പോൾ എന്താണ് 8, ദെൻ 3 cube പറയുമ്പോൾ എന്താണ് 27. ദെൻ നമുക്ക് എന്താ വേണ്ടത്? ഇവർക്കിടയിലുള്ള കോൺ, ഈ പറഞ്ഞ ആദ്യത്തെ കോണ് ഓക്കെ, ഇവൻ്റെ വോളിയം ഓക്കെ ഒന്ന് തന്നെയാണ്. ദെൻ അടുത്ത എന്താ കിട്ടിയിട്ടുണ്ടാവുക? ഈ ഒരു രണ്ടാമത്തെ കട്ട്, ഈ പറഞ്ഞ 3 കട്ടിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് ഈ രണ്ടാമത്തെ കട്ടും കംപ്ലീറ്റ് കട്ടിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഈ രീതിയിലുള്ള ഒരു 3 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ ഒരു കോണ്, രണ്ടാമത്തെ ഒരു പ്രശ്നം, ദെൻ മൂന്നാമത്തെ പ്രശ്നം. ചോദിക്കുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ദി 3 പാർട്സ്. സോ ഇവൻ്റെ വോളിയം ഈസ് ടു ഇവൻ്റെ വോളിയം ആണ്. സോ ഇവൻ്റെ വോളിയം 10 ആണ്, ഇവൻ്റെ വോളിയം 20 ആണ്. അങ്ങനെയാണ് ഇവൻ്റെ വോളിയം എന്താ? ചെറിയ വോളിയം എന്താ? 20 - 10 അല്ലേ? ഐ മീൻ ഇവൻ്റെ വോളിയം 1 ആണ്. ഓക്കെ, ഇവൻ്റെ വോളിയം 8 ആണ്, ഇവൻ്റെ വോളിയം എന്താണ് 27 ആണ് അല്ലേ? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് വോളിയം റേഷ്യോ 27 ആണ്. ഓക്കെ, എന്താണ് 27 ആണ്. ദെൻ ഇവിടെ നോക്കടാ, ഇവൻ്റെ വോളിയം എന്തായിരിക്കും? 8 - 1 അല്ലേ? ഈ ഒരു വോളിയം എന്താണ്? 8 - 1 എന്ന് പറയുമ്പോൾ 7 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇവൻ്റെ വോളിയം എന്താ? ഈ 27 നിന്നും ഈ ടോട്ടൽ വോളിയം കുറച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 27 - 8 എന്താ? 19. ഓക്കെ, 19. സോ ഇവിടെ എന്താണ് അടുത്ത് എന്താണ്? 8 - 1 7. ദെൻ മൂന്നാമത്തെ എന്താണ്? 27 - 8 19. സോ വോളിയം റേഷ്യോ എന്തായിരിക്കും? നമുക്കറിയാം 1:7:19. ഓക്കെ, 1:7:19. ക്ലിയർ ആണല്ലോ? സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതും ഒരുപാട് തവണ, അതായത് ഈ പറഞ്ഞ 3 കട്ടിങ്ങിൻ്റെ കേസുകളും ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് ഈ കഴിഞ്ഞ GKT പാറ്റേണിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒന്ന് നോക്കടാ. എ റൈറ്റ് സർക്കുലർ കോൺ ഹാസ് ബേസ് റേഡിയസ് 14 ഓക്കെ ആൻഡ് ഹൈറ്റ് 50 cm. ഇറ്റ് ഈസ് കെപ്റ്റ് ഓൺ ഇറ്റ്സ് ബേസ്. ഇറ്റ് ഈസ് കട്ട് ഇൻറ്റു 5 പാർട്സ് ഓഫ് ഈക്വൽ ഹൈറ്റ് ബൈ 4 കട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കട്ടിനേക്കാളും ഒരു എണ്ണം കൂടുതൽ സെക്ഷൻസ് ഉണ്ടാവും. സോ 4 കട്ടിൽ 5 പാർട്സ്.
വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി 5 പാർട്സ്. സോ നമുക്ക് വേണ്ട എന്താണ് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. സ്വാഭാവികമായിട്ട് എന്താണ് ഇവിടെ 50 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ 4 കട്ട്സ് ഓഫ് ഈക്വൽ ഹൈറ്റ് ആണ് അല്ലേ. 5 പാർട്സ് 4 കട്ടിൽ ഈക്വൽ ഹൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ 50, അതായത് 5 സെക്ഷൻസ് ഉണ്ടാവും. 5 സെക്ഷനും ഈക്വൽ ഹൈറ്റ് ആണ്. 50നെ ഈക്വൽ ഹൈറ്റുകളാക്കി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H1:H2, H2:H2, H3:H2, H4 അല്ലേ, H5. ടോട്ടൽ 5 സെക്ഷൻസ് ഉണ്ടാവും. H5 ഇതെന്താണ് 1:2, 2:2, 3:2, 4:5 ആയിരിക്കും എന്ത് ഇവരുടെ ഹൈറ്റുകളുടെ ഓരോ സെക്ഷൻ്റെയും ഓരോ കോണുകളുടെയും ഹൈറ്റുകളുടെ റേഷ്യോ. സെക്ഷൻ്റെ അല്ല, ഓരോ കോണുകളുടെയും ഹൈറ്റുകളുടെ റേഷ്യോ. ദെൻ അവരുടെ വോളിയം റേഷ്യോ ഓഫ് ദി കോൺസ് എന്തായിരിക്കും? വോളിയം റേഷ്യോ ഓഫ് ദി കോണുകൾ എന്തായിരിക്കും? 1³ 2³ 3³ എന്ന് പറഞ്ഞാൽ 1³ എന്ന് പറഞ്ഞാൽ 1 തന്നെ, 2³ എന്ന് പറയുമ്പോൾ എന്താണ് 8 ആണ്. അടുത്ത് 3³ എന്താ 27, നെക്സ്റ്റ് 4³ എന്താ 64, നെക്സ്റ്റ് 5³ എന്താ 125. ഇതാണ് വോളിയം റേഷ്യോ. ദെൻ ചോദിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ, സോ ചോദ്യം വോളിയം റേഷ്യോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ചോദ്യം എന്താണ് ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. ഓക്കെ, കർവ്ഡ് സർഫസ് ഏരിയ. സോ കർവ്ഡ് സർഫസ് ഏരിയ റേഷ്യോ ഓഫ് ദി കോൺസ്. കോണുകളുടെ കർവ്ഡ് സർഫസ് ഏരിയ റേഷ്യോ എന്താണ്? നമ്മൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. എന്ത് ചെയ്താൽ മതി? 1:2 അല്ലേ. ദെൻ 2² എന്ന് പറയുമ്പോൾ 4:2, അടുത്ത് 3² എന്ന് പറയുമ്പോൾ 9:2, ദെൻ 4² എന്ന് പറയുമ്പോൾ എന്താണ് 16:2, ദെൻ 5² എന്ന് പറയുമ്പോൾ എന്താണ് 25. ഇതാണെന്ത് കർവ്ഡ് സർഫസ് ഏരിയകളുടെ റേഷ്യോ. ഇതെന്താണ് കോണുകളുടേതാണ്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? പാർട്സിൻ്റെതാണ് അല്ലേ. ഓഫ് പാർട്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കോണ്, ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും ഓരോരോ ഫ്രസ്റ്റങ്ങളായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ എന്താണ് 1:2, ദെൻ രണ്ടാമത്തെ എന്താ 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ്. സോ 3:2. അടുത്ത എന്താ 9 - 4 പറയുമ്പോൾ 5 ആണ്. സോ അടുത്ത എന്താണ് 5:2. ദെൻ അടുത്ത് 16 9 നമ്മുടെ ഡിഫറൻസ് എന്താണ് 7, ദെൻ 7:2. അടുത്ത എന്താണ് 25 16 16 നമ്മുടെ ഡിഫറൻസ് എന്താണ് 9. സോ 9. സോ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സെക്ഷൻസിൻ്റെ റേഷ്യോ എന്താണ് 1:3:5:7:9. ക്ലിയർ ആണല്ലോ കർവ്ഡ് സർഫസ് ഏരിയ റേഷ്യോ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഇതും കൂടെ നോക്കാം. എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് h ഈസ് കട്ട് ബൈ എ പ്ലെയിൻ ടു ദ ബേസ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3h/7 ഫ്രം ദി ബേസ്. ഓക്കെ, എല്ലാം സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ്റെ ആ ടേംസ് മാറുന്നതേ ഉള്ളൂ. ഹൈറ്റ് h, ടോട്ടൽ ഹൈറ്റ് h, ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ ടു ദ ബേസ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3h/7 ഫ്രം ദി ബേസ്. ഇത് കൃത്യമായിട്ട് വായിക്കണം. ഫ്രം ദി ബേസ്, ബേസിൽ നിന്നും. സോ ടോട്ടൽ ഇതിൻ്റെ ഹൈറ്റ് 7 ആയിരുന്നെങ്കിൽ അതിൻ്റെ 3h അതായത് ഈ 7ൻ്റെ 1/3 പാർട്ടിലാണ് എന്ത് ഇതിൻ്റെ ബേസിൽ നിന്നും 1/3 പാർട്ടിലാണ്. ഓക്കെ, 7ൻ്റെ 3 പാർട്ട്, ടോട്ടൽ 7 പാർട്ടിൽ അതിൽ 3 പാർട്ട് ഇത്രയും ഹൈറ്റിലാണ് എന്ത് കട്ടിങ് നടത്തുന്നത്. ഓക്കെ, ഇവിടെയാണ് കട്ടിങ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ള കോണിൻ്റെ ഹൈറ്റ് എന്താ 4 ആണ് അല്ലേ. ടോട്ടൽ 7ൽ 3 പോയി കഴിഞ്ഞാൽ ബാക്കി 4. ഓക്കെ, ദെൻ ടോപ്പിലുള്ള കോണിൻ്റെ ഹൈറ്റ് H1:H2. H1:H2 എന്താ H1:H2 എന്നുള്ള എന്താണ് നമുക്ക് ടോപ്പിലുള്ള ആളുടെ ഹൈറ്റ് 4, ദെൻ കംപ്ലീറ്റ് കട്ട് ചെയ്യാത്ത ആളുടെ ഹൈറ്റ് എന്നുള്ള എന്താണ് 7. ഓക്കെ, 4:7. ദെൻ കാണേണ്ട എന്താ വോളിയംസ് ഓഫ് ദി റിസൾട്ടിങ് കോൺ ആൻഡ് ദ ഫ്രസ്റ്റം. റിസൾട്ടിങ് കോണിൻ്റെ സോ വോളിയം റേഷ്യോ ആണ് വേണ്ടത് അല്ലേ. വോളിയം റേഷ്യോ ഓഫ് ദി കോണുകളുടെ വോളിയം റേഷ്യോ എന്താടാ? കോണുകളുടെ വോളിയം റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? വോളിയം ആണെങ്കിൽ ക്യൂബാണ്. സോ 4³ 7³ ആണ് അല്ലേ. 4³ എന്ന് പറയുമ്പോൾ എന്താണ് 64, ദെൻ 7³ എന്താ 343. ഓക്കെ, 4³ ദെൻ വോളിയം ഓഫ് ദി കോണാണ്. നമുക്ക് കണ്ട എന്താണ് കോണിൻ്റെതും പിന്നെ അടുത്ത് ഫ്രസ്റ്റാണ്. സോ ഫ്രസ്റ്റത്തിൻ്റെ എന്തായിരിക്കും ഈ 343-ഉം 64 തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആയിരിക്കും? 279 അല്ലേ, 279. സോ ഇവിടെ എന്താണ് കോൺ ഫ്രസ്റ്റ് എന്താ? ഫ്രസ്റ്റം റേഷ്യോ എന്താ 64:279. കറക്റ്റ് ആണല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് സ്ലൈസ്ഡ് ഇൻറ്റു എ സ്മോളർ കോൺ ആൻഡ് എ ഫ്രസ്റ്റം ഓഫ് എ കോൺ by a plane perpendicular to its axis
the volume of the smaller cone and the frustum of the cone are in the ratio. ഓക്കെ, വോളിയം റേഷ്യോ ആരുടെ? ഫ്രസ്റ്റത്തിൻ്റെയും കോണിൻ്റെയും. ഓക്കെ, അതാണ് നമ്മളെ കോണ്. ദെൻ സ്വാഭാവികമായിട്ടും കട്ടെടുത്തതിന് ശേഷം എന്തുണ്ടാവും? ഇവിടെ ഒരു 2 കട്ടിങ്, ദെൻ ഒരു കോൺ ഉണ്ടാവും, ഒരു ഫ്രസ്റ്റ് ഉണ്ടാവും. ദെൻ ഈ കോണിൻ്റെത് എന്ന് പറഞ്ഞാൽ ഈ കോണിൻ്റെത് 64 ആണ് വോളിയം. അങ്ങനെയാണെങ്കിൽ ഈ കട്ടെടുത്തതിന് ശേഷമുള്ള നമ്മുടെ ഫ്രസ്റ്റത്തിൻ്റെ എന്താണ്? 61 ആണ്. നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ വോളിയം റേഷ്യോ എടുക്കുന്ന ആരുടേതാണ്? ഒരു കോണും മുകളിലുള്ള കോണും കട്ട് ചെയ്യാത്ത കംപ്ലീറ്റ് കോണും തമ്മിലാണ്. ദെൻ ഇവിടെ എന്താണ്? ഇവിടെ വോളിയം ഓഫ് ദി കോൺസ്, വോളിയം ഓഫ് ദി കോണുകളുടെ റേഷ്യോ, കോണുകളുടെ വോളിയം റേഷ്യോ എന്നുള്ള എന്താണ്? കംപ്ലീറ്റ്, അതായത് ഈ കോണും കട്ട് ചെയ്യാത്ത കംപ്ലീറ്റ് കോണും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 64 ദെൻ കംപ്ലീറ്റ് കോണിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? 64 ദെൻ 64 + 61 എന്ന് പറയുമ്പോൾ എന്താ? 125. ഓക്കെ, 125. ഇതാണ് വോളിയം റേഷ്യോ ഓഫ് ദി കോൺസ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേഡിയസുകളുടെ റേഷ്യോ, അതായത് റേഡിയസുകളുടെ റേഷ്യോ, അതല്ലെങ്കിൽ ഇവരുടെ ഹൈറ്റുകളുടെ റേഷ്യോ, അതല്ലെങ്കിൽ ഇവരുടെ സ്ലാൻഡ് ഹൈറ്റുകളുടെ റേഷ്യോ, മൂന്നും നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾസ് ആകുമ്പോൾ അവരുടെ ക്യൂബുകളുടെ റേഷ്യോയിലാണ് എന്തുണ്ടാവുക? ഈ റേഡിയസുകളുടെ അല്ലെങ്കിൽ ഹൈറ്റുകളുടെ അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റുകളുടെ ക്യൂബുകളുടെ റേഷ്യോയിലാണ് വോളിയം ഉണ്ടാവുക. ദെൻ വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റേഡിയസ് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് കാണാൻ ചെയ്താൽ മതി, ഇവരുടെ ക്യൂബ് റൂട്ട് കണ്ടാൽ മതി അല്ലേ? 64ൻ്റെ ക്യൂബ് റൂട്ട്. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ത് ചെയ്താൽ മതി? ക്യൂബ് റൂട്ട് ഓഫ് 125 അല്ലേ? എന്ന് പറഞ്ഞ ആൻസർ എന്താ? 4:5 ആണെന്ത്? ഇവരുടെ റേഡിയസുകളുടെ റേഷ്യോ അല്ലെങ്കിൽ ഹൈറ്റുകളുടെ റേഷ്യോ അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റുകളുടെ റേഷ്യോ. കാണാൻ എന്താ? ദെൻ ദെയർ കർവ്ഡ് സർഫസ് ഏരിയാസ് ആർ ഇൻ ദ റേഷ്യോ. അവിടെ കർവ്ഡ് സർഫസ് ഏരിയ എന്താ? ഇവരുടെ സ്ക്വയർ ആണ്. റേഡിയസിൻ്റെ അല്ലെങ്കിൽ ഹൈറ്റുകളുടെ അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റുകളുടെ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ റേഷ്യോ ഓഫ് ദി കോൺസ്, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണ്, അവരുടെ റേഷ്യോ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയകളുടെ റേഷ്യോ എന്താണ്? ഇവരുടെ സ്ക്വയർ ഉണ്ടാൽ മതി അല്ലേ? സോ 4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16, ദെൻ 5ൻ്റെ സ്ക്വയർ എന്താ? 25. സോ ഞാൻ പറഞ്ഞു നമ്മൾ എപ്പോഴും എടുക്കേണ്ട എന്താണ്? 2 കോണുകൾ തമ്മിലാണ്, കട്ട് ചെയ്ത കോണും കട്ട് ചെയ്യാത്ത കോണും. അത് 2 സെക്ഷനാണ്. ഈ 2 3 സെക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ കോണ്, ദെൻ ആദ്യത്തെ കട്ടിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ 2 കോണും കൂടെ ഒരു ഫ്രസ്റ്റും കോണും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോണ്. ദെൻ അടുത്തെന്താണ്? ഒരൊറ്റ കട്ടിങ്ങും നടക്കാത്ത, 2 കട്ടിങ്ങും നടക്കാത്ത, അതായത് 3 സെക്ഷനൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോൺ. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും നമ്മൾ റേഷ്യോ എടുക്കേണ്ടത്. ദെൻ പിന്നെ നമ്മൾ ക്വസ്റ്റൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ എന്താ പറയുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ ആർ ഇൻ ദ റേഷ്യോ ആരുടെ? ഈ സെക്ഷൻസിൻ്റെ. ഇവിടെ നോക്ക്, ഇവിടെ കംപ്ലീറ്റ് കോണിൻ്റെ ടോപ്പിലുള്ള കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ 16 ആണ്. ദെൻ കംപ്ലീറ്റ് കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ 25 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രസ്റ്റത്തിൻ്റെ എന്തായിരിക്കും? ഫ്രസ്റ്റത്തിൻ്റെത് 25 - 60 എന്ന് പറയുമ്പോൾ 9 ആയിരിക്കും. ഓക്കെ, 9 ആയിരിക്കും. ദെൻ ചോദിക്കുന്നത് എന്താ? കർവ്ഡ് സർഫസ് ഏരിയ ആർ ഇൻ ദ റേഷ്യോ എന്താണ്? ഇവൻ്റെത് ടോപ്പിലുള്ള ആളുടേത് 16 ആണ്. ദെൻ താഴെയുള്ള ആളുടേത് എന്താണ്? 9 ആണ്. സോ 16:9. ഓക്കെ, സോ ഇവിടെ എന്താണ്? കോണിൻ്റെതും ഫ്രസ്റ്റത്തിൻ്റെ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ റേഷ്യോ, കർവ്ഡ് സർഫസ് ഏരിയ റേഷ്യോ ഓഫ് ദി കോൺ ഈസ്റ്റ് ഫ്രസ്റ്റ് എന്താ? 16:9 ആണ്. ഓക്കെ, 16:9 ആണ്. ക്ലിയർ ആണല്ലോ? സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് ഒരു കുറച്ച് എക്സാമ്പിൾസ്, ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവർ ഒരുപാട് ചോദിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ കാണിച്ചത്. ഇതേപോലെ തന്നെ വാല്യൂസ് മാറിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ എഡ്യൂക്കേറ്റീവ് പാറ്റേണിനകത്ത് നമ്മൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ സംഭവങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ പ്രീവിയസ് ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 വർഷത്തെ എക്സാം പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാം മുതൽ അവിടുന്ന് ആദ്യം നടന്ന അവരുടെ ഫേസ് എക്സാം വരെയുള്ള എല്ലാ പേപ്പറും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ കാണാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ, ദെൻ രണ്ടാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഹോംവർക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന് പറയാനുള്ളത്. ദെൻ നമുക്ക് കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ.